ഇന്ന് രാത്രി ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടും കൂടെ കർത്താവിന്റെ പാദങ്ങളിലായിരിക്കും പറയുന്ന വാക്യങ്ങൾ വായിക്കുവാൻ തയ്യാറായിട്ട് എല്ലാവരും ഇരിക്കണം. പാട്ട് പാടുമ്പോൾ എല്ലാവരും പാടാനായിട്ട് ശ്രമിക്കണം. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരുക്കത്തോടെ കാത്തിരിക്കണം. അങ്ങനെ നമ്മുടെ ഈ ചില കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ അടുത്തു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് തിരുവചനങ്ങളെ പഠിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ബുദ്ധി തന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെടുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്യണമേ. തിരുവചനം ഉള്ളതിന് വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ കർത്താവിനെ ബലപ്പെടുത്തണമേ. അടിയങ്ങളെല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ ഗിദെയോനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ദൂതന്മാരുമായി അഭിമുഖം നടത്തിയ സംസാരിച്ച ഗിദെയോൻ അതിശക്തിയോടുകൂടെ പ്രവർത്തിച്ച വസ്തുതയാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 300 ആളുകളെ കൊണ്ട് 1.5 ലക്ഷം വരുന്ന ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം, യുദ്ധത്തിൽ വിജയിക്കുവാൻ തക്കവണ്ണം അത്ഭുതം പ്രവർത്തിച്ച കഥയാണ് നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത്. ദൂതന്മാരുമായി സംസാരിച്ചിട്ടുള്ള ഏതോ ഒരു വ്യക്തികളും വളരെയധികം ശക്തന്മാരായി തീർന്നു. അവര് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ദൈവദൂതന്മാരുമായി കൂടുതൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ. ഇന്ന് നമ്മൾ ദാനിയേലും ദൈവദൂതന്മാരും എന്ന വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഉടനീളം ദൈവദൂതന്മാരുടെ പ്രദർശനം നമുക്ക് കാണാവുന്നതാണ്. ദൂതന്മാർ ഇടപെടുന്നതും അത്ഭുതം പ്രവർത്തിക്കുന്നതും ദാനിയേൽ പ്രവചനത്തിൽ ഉടനീളം നാം വായിക്കുന്നു. ദാനിയേലിന്റെ ജീവിതത്തിൽ ദൂതന്മാരുമായിട്ട് നേരിട്ട് സംസാരിച്ചതും ദൂതന്മാരെ കണ്ടപ്പോൾ ദാനിയേലിനുണ്ടായ അനുഭവങ്ങളും ഇന്ന് രാത്രി അല്പമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ദാനിയേല് ദൈവദൂതന്മാരുമായി കൂടുതൽ അടുത്ത് ഇടപെടുവാൻ കാരണം ദാനിയേൽ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രാർത്ഥനാ ജീവിതമുള്ള ആളുകളുടെ അടുത്ത് ദൈവത്തിന്റെ ദൂതന്മാരുടെ ദർശനമുണ്ടാകും എന്നുള്ളത് ദാനിയേൽ പ്രവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ആദ്യമായിട്ട് വായിക്കുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഈ രഹസ്യത്തെക്കുറിച്ച് സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരുണ അപേക്ഷിപ്പാൻ തക്കവണ്ണം കൂട്ടുകാരായ ഹനന്യാവോടും മീശായേലിനോടും അസര്യാവോടും കാര്യം അറിയിച്ചു. മതി. നോക്കുക, രാജാവ് ദേശത്തുള്ള ശകുനവാദികളെയും ആഭിചാരകന്മാരെയും എല്ലാം കൊന്നുകളയാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ദാനിയേലിനെയും ഹനന്യാവിനെയും അസര്യാവിനെയും മീശായേലിനെയും നശിപ്പിക്കുവാൻ കൽപ്പന വന്നിരിക്കുകയാണ്. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന്റെ രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. ദാനിയേലും തന്റെ 3 കൂട്ടുകാരും, ഹനന്യാവെ, അസര്യാവെ, മീശായേൽ, ദാനിയേൽ, ഈ പുരുഷന്മാർ ദൈവസന്നിധിയിൽ വിഷയം വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. രഹസ്യം ദാനിയേലിന് വെളിപ്പെട്ടു. ദാനിയേൽ രാജാവിനോട് സ്വപ്നവും അർത്ഥവും വ്യാഖ്യാനിച്ചു. അങ്ങനെ രാജാവിന് വളരെ സന്തോഷമായി.
ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് ദാനിയേൽ പ്രവചനത്തിൽ പലയിടത്തും ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നു. എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവന്റെ മാളികപ്പുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു. നോക്കുക, ദാനിയേലിനും കൂട്ടർക്കും എതിരായിട്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു. അവിടെ കൽദയരും ആഭിചാരകന്മാരും ശകനവാദികളും ദാനിയേലിനെതിരായിട്ട് പ്രവർത്തിച്ചു. ദാനിയേലിനെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. വിഷയമറിഞ്ഞപ്പോൾ, രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവർ വീട്ടിൽ ചെന്ന് 3 നേരം മുമ്പ് ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. ദിവസവും ചെയ്തു വരുന്ന കാര്യമാണ്. ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ദൈവത്തോട് സ്തോത്രം ചെയ്ത് കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കുകയാണ്. പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമാണ്. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. അങ്ങനെ ദാനിയേലിന് ദർശനങ്ങൾ നൽകുകയും കാര്യങ്ങൾ വെളിപ്പെടുകയും ചെയ്തു. ഇവിടെയും ദാനിയേൽ ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവം തന്റെ ദൂതനെ അയച്ച് ദാനിയേലിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദാനിയേൽ പ്രവചനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. രാജാവ് രാത്രിയിൽ ഉപവസിച്ച് രാത്രി കഴിച്ചു. നോക്കുക, രാജാവ് പോലും ഭയപ്പെട്ടു പോയി. കാരണം രാജാവിന് ഉറക്കം വന്നില്ല ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോ. രാവിലെ രാജാവ് എഴുന്നേറ്റിയെന്ന് സിംഹങ്ങളുടെ ഗുഹയുടെ അടുത്തെത്തി ദുഃഖസ്വരത്തോടെ ദാനിയേലിനെ വിളിച്ചു. രാജാവ് ദാനിയേലിനോട്, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്നും നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായ അടച്ചു കളഞ്ഞു. ദൈവത്തിന്റെ ദൂതൻ വന്ന് സിംഹങ്ങളുടെ വായടച്ചു, ദാനിയേലിനെ രക്ഷിച്ചു. രാജാവിന് ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുന്നതിന് അനുകൂലമല്ലായിരുന്നു. എന്നാൽ മറ്റ് ദാനിയേലിനോട് കൂടെ ഉണ്ടായിരുന്ന ദേശാധിപതിമാർ അവർ ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച് ദാനിയേലിനെതിരായി കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ച് ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. ഇവിടെ ഇതാ ദൈവത്തിന്റെ ദൂതൻ വന്ന് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു, ദാനിയേലിനെ രക്ഷിച്ചു. അന്ന് രാത്രി രാജാവ് ഉറങ്ങിയില്ല, ഉപവസിച്ചു, ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ ചെന്ന് ദാനിയേലിനെ വിളിച്ചു. ദാനിയേൽ സിംഹക്കുഴിയിൽ സുഖമായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ദാനിയേലിനെ ഇടുന്നതിന് മുമ്പ് ദൂതൻ സിംഹക്കുഴിയിൽ ചെന്നു. സിംഹങ്ങൾക്കൊക്കെ നല്ലൊരു ക്ലാസ് എടുത്തു, സംസാരിച്ചു. ദാനിയേലിനെ നിങ്ങൾ സംരക്ഷിക്കണം, നിങ്ങൾ ശുശ്രൂഷിക്കണം, ശ്രദ്ധിച്ച് ദാനിയേലിന്റെ കാര്യത്തിൽ നോക്കണം. ദാനിയേൽ 21 ദിവസമൊക്കെ ഉപസിക്കുന്ന ആളാ, ക്ഷീണിച്ച് എല്ലും തൊലിയുമായിട്ടിരിക്കുന്ന മനുഷ്യനാണ്. നിങ്ങൾക്ക് കഴിക്കാനൊന്നും കിട്ടത്തില്ല. സിംഹത്തെ 7 ദിവസം വിശപ്പിച്ച ശേഷമാണ് ദാനിയേലിനെ സിംഹക്കൂട്ടിലിട്ടത്. എന്നാൽ ഒരു ദിവസം കൂടെ നിങ്ങൾ ഉപവാസം ഇരുന്നാൽ അടുത്ത ദിവസം നല്ല ആരോഗ്യവാന്മാരായ മിടുക്കന്മാരായ മാംസപുഷ്ടിയുള്ള മോട്ട തകടായിട്ടുള്ള ആളുകളെ സിംഹക്കൂട്ടിൽ ഇട്ടു തരും, നിങ്ങൾക്ക് അവരെ ഭക്ഷിക്കാം. ക്ലാസ് ഒക്കെ കേട്ട് സിംഹങ്ങൾ വളരെ സന്തോഷിച്ചു.
ദാനിയേലിനെ സിംഹക്കൂട്ടിലേക്ക് ഇട്ടു. സിംഹങ്ങളെല്ലാം അനങ്ങാതെ ദാനിയേലിനെ വന്ന് തൂത്ത് തിരുമി, മുഖം കൊണ്ട് ഉരുമി, കൈകൊണ്ട് തൂത്ത് ശുശ്രൂഷിച്ചു. സിംഹങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണ്. ദാനിയേൽ സിംഹക്കൂട്ടിൽ സുഖമായിട്ട് ഉറങ്ങി. രാജാവ് ഉറങ്ങിയില്ല. രാവിലെ ദാനിയേലിനെ വിളിച്ചു. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ദാനിയേലിനെതിരെ കുറ്റം ചുമത്തിയവരെ സിംഹക്കൂട്ടിൽ ഇട്ടുകൊടുത്തു. അവര് താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ സിംഹം ചാടി പിടിച്ച് അവരെ എല്ലാം തിന്നു എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. നോക്കുക, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ച് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അഥവാ ഹനന്യാവ്, അസര്യാവ്, മീശായേൽ, അവർക്ക് അവരുടെ പേര് മാറ്റിയിട്ടു. അവർക്കെതിരായിട്ട് ഗൂഢാലോചന നടത്തി. അവർ രാജാവിനോട് പ്രാർത്ഥിക്കുന്നില്ല. രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ തീച്ചൂളയിൽ ഇട്ട് കളയണമെന്ന് പറഞ്ഞ് രാജാവിനെ കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. രാജകൽപ്പന അനുസരിച്ച് അവരെ തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. 3-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. 3-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 24-ാം വാക്യം. നോക്കുക, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചുപോയി, വേഗത്തിൽ എഴുന്നേറ്റു. അതിന്റെ മോളത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഹനന്യാവ്, അസര്യാവ്, മീശായേൽ എന്ന 3 പുരുഷന്മാരെ കൈകാലുകൾ ബന്ധിച്ച് അവരുടെ വസ്ത്രത്തോട് കൂടെ തന്നെ അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു. അവരെ തീച്ചൂളയിൽ ഇടാൻ കൊണ്ടുവന്ന വലിയ ആരോഗ്യവാന്മാരായ ആളുകളെ തീജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു. അത്രമാത്രം തീച്ചൂള വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 7 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ട് അവരെ തീച്ചൂളയിലിട്ടു. രാജാവ് ഭ്രമിച്ച് ചാടി എഴുന്നേറ്റു. വായിച്ചാട്ട്. 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിട്ടില്ല. 4-ാമത്തവന്റെ രൂപവും ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചെഴുന്നേറ്റ് പറയുകയാണ്, 3 പുരുഷന്മാരെ അല്ലയോ നാം തീച്ചൂളയിൽ ഇട്ടത്? 4 പേര് കെട്ടഴിഞ്ഞവരായി തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്കൊരു കേടും വന്നിട്ടില്ല. 4-ാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് സദൃശമാകുന്നു. നെബൂഖദ്നേസർ രാജാവ് പോലും പറയുകയാണ് 4-ാമത്തവൻ ദൈവപുത്രന്റെ കൂട്ടായിരിക്കുന്നതെന്ന്. അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള ഏകദേശമായ ഒരു അറിവ് രാജാവിനുമുണ്ട്. ദൈവപുത്രന്മാരെ കണ്ടാൽ അറിയാം. അത്രമാത്രം ഭീകരമായ രൂപമാണ് ദൈവത്തിന്റെ ദൂതന്മാർക്കുള്ളത്. ഭയാനകമായ രൂപസാദൃശ്യമാണ് ദൂതന്മാർക്കുള്ളത്. അതറിയണമെങ്കിൽ ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു നോക്കിയാട്ടെ. അവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ തലപൊക്കി നോക്കിയപ്പോൾ ശണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവന്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു. ഇത്ര ഗാംഭീര്യമാണ് ദൂതന്മാരുടെ പ്രത്യേകത. പല രീതിയിൽ ദൂതന്മാർ വെളിപ്പെട്ടിട്ടുണ്ട്. ദാനിയേലിന് വെളിപ്പെട്ട ദൂതന്റെ ഗാംഭീര്യത്വം കണ്ടു കഴിഞ്ഞാൽ ആരും ഭയപ്പെട്ടു പോകും. ആ രൂപം ആരും കണ്ടില്ല, ശബ്ദം കേട്ടതേ ഉള്ളൂ. കൂടെയുള്ളവർ അവരെല്ലാം പോയി ഓടി ഒളിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദാനിയേൽ എന്ന് ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകൾ
ദർശനം കണ്ടില്ല എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഒളിച്ചു. ഭയപ്പെട്ടു പോയ ശബ്ദം കേട്ടപ്പോൾ തന്നെ. അത്ര ഗാംഭീര്യമാണ് ദൂതന്മാരുടെ രൂപവും ശബ്ദവും. അങ്ങനെ ഈ യഹൂദ ബാലന്മാര് ഹനന്യാവ്, അസര്യാവ്, മീശായേല്, അതുപോലെ തന്നെ ദാനിയേല്, ഇവരൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ചിരുന്നത് കൊണ്ട് ദൂതന്മാരുടെ ദിവ്യ ദർശനം അവർക്കുണ്ടായി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, മനുഷ്യരെക്കാൾ വിശേഷ ബുദ്ധിയുള്ളവരാണ് ദൂതന്മാർ. മനുഷ്യർ ബുദ്ധിമാന്മാരാണ്. നമുക്കറിയാം, മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ ബുദ്ധിയില്ലാത്ത ആളുകളുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞിന്റെ കൂട്ട് തന്നെ ജീവിക്കുന്ന 50 വയസ്സുള്ളവരുമുണ്ട്. ഡൗൺ സിൻഡ്രോം ഉള്ളവരുണ്ട്, ബുദ്ധി വികസിക്കാത്തവരുണ്ട്, ഓട്ടിസം ബാധിച്ചവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെയും ബുദ്ധിമാന്മാരായ മനുഷ്യരെയും കൂടെ നിങ്ങൾ തട്ടിച്ചു നോക്കണം. അതുപോലെ മനുഷ്യരെയും ദൂതന്മാരെയും കൂടെ തട്ടിച്ചു നോക്കണം. മനുഷ്യർക്ക് സാധാരണ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അടുത്ത ദിവസങ്ങളിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്കാർക്കും അറിയത്തില്ല. നമ്മുടെ മരണം എപ്പോഴെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മാസങ്ങൾ മുമ്പേ തന്നെ അറിയാം. ഡേറ്റ് ഒക്കെ നേരത്തെ തന്നെ നിശ്ചയിക്കും. എന്നാൽ മരണത്തിന്റെ ദിവസം ഒരാഴ്ച മുമ്പ് പോലും അറിയാൻ പറ്റത്തില്ല, മിനിറ്റുകൾ മുമ്പ് പോലും അറിയാൻ പറ്റത്തില്ല. മനുഷ്യൻ അത്രയുള്ള കഴിവേ ഉള്ളൂ. എന്നാൽ ദൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ അവർക്കറിയാം. മറ്റൊന്ന്, അവരുടെ ഭാഷ, ദൂതന്മാരുടെ ഭാഷയുണ്ട്. നമുക്ക് പല ഭാഷ അറിയാം. മലയാളം നമുക്കറിയാം, ഇംഗ്ലീഷിൽ ആളുകൾ സംസാരിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും, തമിഴിൽ പറയുമ്പോൾ തമിഴ് അറിയാവുന്നവർക്ക് മനസ്സിലാകും, ഹിന്ദിക്കാർ ഹിന്ദി പറയുമ്പോൾ ഹിന്ദി അറിയാവുന്നവർക്ക് മനസ്സിലാകും. എന്നാൽ നമ്മൾ ദൂതന്മാരോട് അടുത്തിടപെട്ട് കഴിഞ്ഞാൽ ദൂതന്മാരുടെ ഭാഷ നമുക്ക് മനസ്സിലാകും. ഹിന്ദിക്കാരോട് നമ്മൾ അടുത്തിടപെടുമ്പോൾ ഹിന്ദിക്കാർ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷുകാരോട് അടുത്തിടപെടുമ്പോൾ ഇംഗ്ലീഷുകാർ പറയുന്നത് നമുക്ക് പിടികിട്ടും. ഇതുപോലെ ദൂതന്മാരോട് അടുത്തിടപെട്ടാൽ ദൂതന്മാരുടെ ഭാഷ നമുക്ക് മനസ്സിലാകും. ദൂതന്മാരുടെ ഭാഷയുണ്ടോ? 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പം മനുഷ്യരുടെ ഭാഷയുണ്ട്, ദൂതന്മാരുടെ ഭാഷയുണ്ട്. നമ്മുടെ വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ കൂടെ, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവരും കൂടെ, എഴുതാനും വായിക്കാനും അറിയാത്തില്ലാത്തവരും കൂടെ ദൂതന്മാരുടെ ഭാഷ പറയുന്നവരാ. നമുക്കറിയാം, ദൂതന്മാർ സംസാരിച്ച ഭാഷ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിച്ചു നോക്കണം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. വായിച്ചാട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൂതന്മാര് പാടിയ പാട്ടാ. ഈ പാട്ട് ഒറിജിനൽ ടെക്സ്റ്റില് ഹല്ലേലൂയ ഗീതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് ദൂതന്മാരെ ആർത്ത് ദൈവത്തെ സ്തുതിച്ചു. ഹല്ലേലൂയ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം എന്നാണ്. ദൂതന്മാരെപ്പോഴും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുന്നവരാണ്.
അപ്പം ദൂതന്മാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ. ദൂതന്മാരുടെ ഭാഷയാണ്, നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഷയാണ്. രക്ഷിക്കപ്പെട്ട് വരുമ്പോഴേ ആദ്യമേ നമ്മൾ പഠിക്കുന്ന ഭാഷയാണ് ഹല്ലേലൂയ എന്നുള്ളത്. ഒരാള് പുതുതായിട്ട് രക്ഷിക്കപ്പെട്ട് വന്നാൽ മറ്റ് ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് വന്നാലും പെട്ടെന്ന് പഠിക്കുന്നത് ഹല്ലേലൂയാണ്. കൂടുതൽ പാടുന്നതും ഹല്ലേലൂയ ഗീതങ്ങളാണ്. ഹല്ലേലൂയാഹ്, ദൈവത്തിന് സ്തുതി. അപ്പോൾ ദൂതന്മാരുടെ ഭാഷയുണ്ട്. ഈ ഭാഷ മനസ്സിലാകണമെങ്കിൽ ദൂതന്മാരുമായിട്ട് അടുത്തിടപെട്ടാൽ മതി. നമ്മൾ കുറച്ചുകൂടെ ദൂതന്മാരോട് അടുത്തിടപെടുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ കൂടുതൽ സമയം വേർതിരിക്കുകയാണെങ്കിൽ നമുക്ക് ദൂതന്മാരുടെ ഭാഷ മനസ്സിലാകും. ദൂതന്മാർ നമ്മളോട് സംസാരിക്കും, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് പറയുന്നു, ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ ഇന്നേക്ക് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അവിടെ ഞാൻ അറിയാത്ത ഭാഷ കേട്ടു, മനുഷ്യർക്ക് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷ കേട്ടു. അവിടെ ചെന്നപ്പോൾ സ്വർഗീയ ഭാഷ സംസാരിക്കുന്നു, ദൂതന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു. അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ദൂതന്മാരുമായിട്ട് കൂടുതൽ സഹവസിക്കുകയാണെങ്കിൽ അവരുടെ ഭാഷ നമുക്ക് മനസ്സിലാകും. തേനീച്ചകൾ തമ്മിൽ സംസാരിക്കും. അത് തേനെടുക്കാൻ പോകുന്നു, മെഴുകു കൊണ്ടിരുന്നു, പൂമ്പൊടി കൊണ്ടിരുന്നു, തേൻ കൊണ്ടിരുന്നു. തേനീച്ചയല്ല തേൻ ഉണ്ടാക്കുന്നത്, പൂക്കളാണ് തേൻ ഉണ്ടാക്കുന്നത്. ലോകത്തിൽ ഭൂമിയിൽ തേനുണ്ടാക്കുന്നതെല്ലാം ചെടികൾ ആണ്. ചെടികളിൽ പൂക്കള്, മധുരമുള്ള കായ്കള്, ഇതെല്ലാം തേനാണ്. ഇതെല്ലാം ഈ ഭൂമിയിൽ തിരികെ വീഴുകയാണ്. എന്നാൽ ഈ തേൻ കൊണ്ടിരുന്ന ഈച്ച തമ്മിൽ സംസാരിക്കും, എന്നിട്ട് അത് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യും. നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ നമ്മൾ അതിന്റെ ഭാഷ പഠിച്ചാൽ നമുക്കത് മനസ്സിലാകും. കിളികൾ സംസാരിക്കാറുണ്ട്, അതിന്റെ ഭാഷ നമ്മൾ പഠിച്ചാൽ നമുക്കത് പിടികിട്ടും. ശലോമോന് കിളികളുടെ ഭാഷ പോലും അറിയാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ദൂതന്മാരുടെ ഭാഷ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. എങ്ങനെ ശ്രമിക്കും? കുറെ നേരം പ്രാർത്ഥിച്ചാൽ മതി. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവിട്ടാൽ നമുക്ക് ദൂതന്മാരുടെ ഭാഷ ഏറെക്കുറെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷ രൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ ഈ ദർശനം കണ്ടിട്ട് അതിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം മുന്നേ വന്ന് നിന്നു. നോക്കുക, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ദർശനങ്ങൾ നമുക്കുണ്ടാകും. ഉണ്ടാകുന്ന ദർശനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. പക്ഷേ ദൂതന്മാർക്ക് അതിനുള്ള കഴിവുണ്ട്. ദർശനത്തിന്റെ അർത്ഥം പറയാനും ദർശനങ്ങൾ ഇനി സംഭവിക്കാനുള്ളത് എന്താണെന്നൊക്കെ പറയാനുള്ള കഴിവ് ദൂതന്മാർക്കുണ്ട്. ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നോട് അറിയിപ്പാൻ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് ദാനിയേലിനോട് ദൂതൻ പറയുന്നു. അപ്പൊ ഭാവി കാലത്ത് സംഭവിക്കാനുള്ളതൊക്കെ ദൂതന്മാർക്കറിയാം. നമ്മളെക്കാൾ ദിവ്യജ്ഞാനമുള്ളവരാണ് ദൂതന്മാർ. പക്ഷെ ദൈവത്തോളം അവർക്ക് ജ്ഞാനമില്ല. കാരണം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ദൂതന്മാര് പോലും അറിയുന്നില്ല എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36-ാമത്തെ വാക്യം കർത്താവായ യേശുക്രിസ്തു പറയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം മാത്യൂസ് ചാപ്റ്റർ 24 വേഴ്സസ് 36. ആ നാളും നാഴികയും സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള നാളും നാഴികയും സ്വർഗത്തിലെ ദൂതന്മാര് പോലും അറിയുന്നില്ല. അത് പിതാവിന്റെ പ്രത്യേക വിചാരണയിലുള്ള കാര്യമാണ്. അത്രയും
അറിവ് ദൂതന്മാർക്കില്ല. ദൈവത്തോളം അറിവില്ലെങ്കിലും നമ്മളെക്കാൾ അറിവുണ്ട്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയ്ക്കുള്ള സൃഷ്ടിയാണ് ദൂതന്മാരെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൂതന്മാർക്ക് പ്രത്യേകമായ ജ്ഞാനമുണ്ട്. അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അവർക്ക് വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അറിയാം. ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ദാനിയേലിനോട് അറിയിപ്പാനാണ് ദൂതൻ ഇറങ്ങി വന്നത്. 16-ാം വാക്യം വായിച്ചാട്ടെ. 8-ാം അധ്യായം 16-ാം വാക്യം. ഗബ്രിയേൽ 16-ാമത്തെ വാക്യം, verse 16. ഗബ്രിയേലെ ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായി വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അന്ത്യകാലത്ത് സംഭവിപ്പാനുള്ള കാര്യങ്ങൾ ദൈവദൂതൻ അറിയാം. അത് ദാനിയേലിന് അറിഞ്ഞുകൂടാ. ദാനിയേൽ ദർശനത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഇത് അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. കാരണം ദാനിയേലിന് അന്ത്യകാലത്തിങ്കൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കാം, അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. അപ്പോൾ അന്ത്യകാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ദാനിയേൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കാൻ കാരണം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ദാനിയേലിന് ഒരു കാലക്കണക്ക് ലഭിച്ചു. ആ 70 സംവത്സരം കൊണ്ട് യെരുശലേമിന്റെ ശൂന്യാവസ്ഥ തീരുമെന്ന്. അത് എന്ന് തീരുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ വന്നിട്ട് 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള കണക്ക് പറയുന്നത്. ഒരാഴ്ച, ഒരു ആഴ്ചവട്ടം എന്ന് പറയുന്നത് 7 സംവത്സരം എന്ന കണക്കിലാണ് ആ ദൂത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് ദൂതൻ വെളിപ്പെടുത്തുകയാണ്. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 20-19 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാകും. അവിടെ എഴുതിയിരിക്കുന്നത്, പ്രിയപുരുഷനായ ദാനിയേലെ ഭയപ്പെടേണ്ട, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞ് ദാനിയേലിനെ ബലപ്പെടുത്തി. അതിന്റെ 21-ാം വാക്യം, എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കാം. അപ്പോൾ ഗ്രന്ഥത്തെ കുറിച്ച് ദൂതന്മാർക്ക് നന്നായിട്ട് അറിയാം. യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് വായിച്ച കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സത്യഗ്രന്ഥമെന്ന്, പ്രവചന പുസ്തകങ്ങളെ കുറിച്ചാണ് സത്യഗ്രന്ഥം എന്ന് ഇവിടെ പറഞ്ഞത്. അപ്പോൾ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്ന വസ്തുതകളെല്ലാം നമ്മേക്കാൾ നന്നായിട്ട് ദൂതന്മാർക്കറിയാം. ദിവ്യജ്ഞാനമുള്ളവരാണ് അവര്. ആ വസ്തുത ദാനിയേലിനെ അറിയിപ്പാനാണ് ദൂതൻ കടന്നു വന്നത്. ദൂതൻ കടന്നു വന്ന് ദാനിയേലിനോട് പറയുകയാണ്, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഞാൻ നിന്നോട് അറിയിക്കാമെന്ന്. ദാനിയേലിന്റെ അടുത്ത് ഈ ദൂതൻ വന്ന് ദാനിയേലിനോട് കാര്യങ്ങൾ പറയുമ്പോൾ, സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദാനിയേൽ ഭയപ്പെട്ടു പോയി. ദാനിയേലിനെ സഹായിപ്പാൻ വന്ന ദൂതൻ അവനോട് സത്യഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ബഹുകാലത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് അവനോട് സംസാരിക്കുമ്പോൾ, അതിന്റെ 10-ാം അധ്യായം 15-ാമത്തെ വാക്യം, അവൻ ഈ വാക്കുകളെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ മുഖം കുനിച്ച് ഊമനായി തീർന്നു. അപ്പോൾ മനുഷ്യനോട് സദൃശനായ ഒരുത്തൻ എന്റെ അധരങ്ങളെ തൊട്ടു. ഉടനെ ഞാൻ വാ തുറന്ന് സംസാരിച്ചു. എന്റെ മുമ്പിൽ നിന്നവനോട്, യജമാനനെ, ഈ ദർശനം നിമിത്തം എനിക്ക് അതിവേദന പിടിപെട്ട് ശക്തിയില്ലാതായിരിക്കുന്നു. അടിയന് യജമാനനോട് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? എനിക്ക് പെട്ടെന്ന് ശക്തിയില്ലാതായി, ശ്വാസം ശേഷിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനുഷ്യപുത്രനോട് സദൃശനായത്തിലുള്ളവൻ പിന്നെയും വന്നെന്നെ തൊട്ടു ബലപ്പെടുത്തി.
നോക്കുക, ദൈവത്തിന്റെ ദൂതൻ വന്നൊന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേന് ബലപ്പെട്ടു, ശക്തിയില്ലാതായി തീർന്നു. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിവശത ഉണ്ടാകാറുണ്ട്. ദൂതന്മാരുടെ ദർശനം നമുക്കുണ്ടായാൽ നമ്മൾ ഭയപ്പെടും. നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ വയ്യാതാകും. ദൂതനെ കണ്ടു കഴിഞ്ഞപ്പോൾ സെക്കറിയാവ് സംസാരിക്കാതിരുന്നു. ചിലപ്പോൾ നമ്മൾ വിവശതയിലായി പോകും, നമ്മുടെ ബലമില്ലാതായി പോകും, നിവർന്നു നിൽക്കാൻ കഴിയാതെ പോകും. ഇവിടെ ദാനിയേലിനെ നിവർത്തി നിർത്തി. ആദ്യം അത് സംഭവിച്ചു, വീണ്ടും അങ്ങനെ തന്നെ സംഭവിച്ചു. ദാനിയേലിനോട് പറഞ്ഞു, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലെ, ഭയപ്പെടണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ ബലപ്പെട്ടു. യജമാനനെ, സംസാരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അതിനെ അവൻ എന്നോട് പറഞ്ഞത്, ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തെന്ന് നീ അറിയുന്നുവോ? ഞാനിപ്പോൾ പാർത്ഥിപ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങിപ്പോകും. നോക്കുക, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അറിയിക്കും. ഇവിടെയും ദൈവത്തിന്റെ ദൂതൻ അവനെ തൊട്ട് ബലപ്പെടുത്തി. 8-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നത് ദാനിയേലിന്റെ പ്രാർത്ഥനയാണ്. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ദൈവം അവനോട് ഇടപെടുകയും അവനെ ബലപ്പെടുത്തുകയും അവനെ ശക്തിപ്പെടുത്തി നിലനിർത്തുകയാണ്. നോക്കുക, 10-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അങ്ങനെ ഞാൻ ഈ മഹാദർശനം കണ്ടു, എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല, എന്റെ മുഖശോഭ ക്ഷയിച്ചുപോയി, എനിക്ക് ഒട്ടും ബലമില്ലാതെയുമായി. എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. എന്നാറെ ഒരു കൈ എന്നെ തൊട്ടു, എന്നെ മുഴങ്കാലും ഉള്ളം കൈ ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി. അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം. ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചും കൊണ്ട് നിവർന്നു നിന്നു. ദൈവത്തിന്റെ ദൂതന്മാരുമായിട്ടുള്ള ഇടപെടലിൽ നമ്മുടെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോകും, നമ്മുടെ കഴിവുകളെല്ലാം നശിക്കും, സംസാരിക്കാൻ വയ്യാത്തതുപോലെയൊക്കെ ആകും. പക്ഷേ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല അരുളപ്പാടുകൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് നമ്മോട് അറിയിക്കും. ഇനി നമുക്ക് ദൈവത്തിന്റെ ദൂതന്റെ ദർശനത്തിലുണ്ടായ അവന്റെ ജീവിതത്തിലെ അത്ഭുതത്തെക്കുറിച്ച് അതിന്റെ 9-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിക്കാം. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. എന്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണു തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും എന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തികളിലല്ല, നിന്റെ മഹാകരുണയിൽ അത്ര ആശ്രയിച്ചുകൊണ്ട്. നോക്കുക, ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ശബ്ദങ്ങളാണ് ഈ 9-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തെല്ലാം നമ്മൾ വായിക്കുന്നത്. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അടിയന്റെ പ്രാർത്ഥനയും യാചനയും കേട്ട് നിന്റെ വിശുദ്ധ മന്ദിരത്തിന്മേൽ കർത്താവിൻ നിമിത്തം തിരുമുഖം പ്രകാശിപ്പിക്കണമേ. എന്റെ ദൈവമേ, ചെവി ചായ്ച്ച് കേൾക്കണമേ, കണ്ണ് തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും നിന്റെ നാമം വിളിച്ചിരിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ നീതി പ്രവൃത്തികളിലല്ല, നിന്റെ മഹാകരുണയിൽ അത്ര ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ യാചിക്കുന്നു. നമ്മുടെ നീതി പ്രവൃത്തികളിലല്ല, ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം നാം പ്രാർത്ഥിക്കുവാൻ. കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ ചെവിക്കൊണ്ട് പ്രവർത്തിക്കണമേ. ചെവി കൊണ്ട് പ്രവർത്തിക്കണമേ എന്നല്ല, കേട്ട് പ്രവർത്തിക്കണമേ. എന്റെ ദൈവമേ, നിന്നെ തന്നെ ഓർത്ത് താമസിക്കരുത്,
നിന്റെ നാമം വിളിച്ചിരിക്കുന്ന ജനമാണല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും എന്റെ പാപവും എന്റെ ജനത്തിന് ഇസ്രായേലിന്റെ പാപവും ഏറ്റുപറയുകയും എന്റെ ദൈവത്തിന്റെ വിശുദ്ധ പർവ്വതത്തിനു വേണ്ടി എന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയിങ്കൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ സമയത്ത് എന്നോട് അടുത്തു വന്നു. അവൻ വന്ന് എന്നോട് പറഞ്ഞത്, നോക്കുക, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. നോക്കുക, ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവെ കേൾക്കണമേ, കർത്താവെ ക്ഷമിക്കണമേ, കർത്താവെ പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദർശനത്തിൽ ആദ്യം കണ്ട ഗബ്രിയേൽ എന്ന ദൂതൻ വീണ്ടും ദാനിയേലിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നമ്മുടെ ബുദ്ധി വളരെ ചെറുതാണ്. നമ്മുടെ ബുദ്ധി അത്ര വർക്ക് ചെയ്യത്തില്ല. നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള വകതിരിവില്ല. നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരാൻ ദൂതന്മാർക്ക് കഴിയും. അതുകൊണ്ടാണ് ഒരറിവും കഴിവുമില്ലാത്തവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ബുദ്ധിമാന്മാരായിട്ട് മാറുന്നത്, ദൈവിക ദർശനങ്ങൾ പ്രാപിച്ച് ശക്തന്മാരായിട്ട് മാറുന്നത്. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരും, നമ്മൾക്ക് പോകേണ്ട വഴി കാണിച്ചു തരും, നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ ഉപദേശിക്കും. അവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് ബുദ്ധി ഉപദേശിച്ചു തന്ന് നമ്മെ വഴി നടത്തുവാൻ ഇടയാകട്ടെ. ദൈവദൂതന്മാരുടെ സാന്നിധ്യം അനുദിനം അനുഭവിപ്പാൻ നമുക്കിടയാകണം. ദാനിയേൽ അനുഭവിച്ചതുപോലെ ദൈവത്തിന്റെ ദൂതന്മാർ വന്ന് നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുവാൻ ഇടയാകട്ടെ. നീ എനിക്ക് ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ഗ്രഹിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അടുത്തതായിട്ട് 70 വർഷം കൊണ്ട് ശൂന്യാവസ്ഥ തീരുമെന്നുള്ളതിനെ കുറിച്ച് ദാനിയേൽ വായിച്ചപ്പോൾ അത് എന്ന് തീരുമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൂതൻ വന്ന് 70 ആഴ്ചവട്ടത്തെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ദാനിയേലിൽ വെളിപ്പെടുത്തിയത്. അതൊരു വലിയ വിഷയമായതുകൊണ്ട് 70 ആഴ്ചവട്ടം എന്നുള്ള വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഏതോ ഒരു വിഷയത്തിൽ ചിന്തിച്ച് വിഷമിച്ചിരുന്നാലും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ നീതിയിലല്ല ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മുടെ തെറ്റുകളെയും നമ്മുടെ സഭയുടെ തെറ്റുകളെയും നമ്മുടെ കുടുംബത്തിന്റെ തെറ്റുകളെയും പ്രിയപ്പെട്ടവരുടെ തെറ്റുകളെയും സ്വയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അതിന് ദൈവത്തോട് ക്ഷമാപണം ചെയ്ത് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് കഴിയുമ്പോൾ ദൈവം തന്റെ ദൂതനെ അയച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. ഈ ദിവസങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുവാൻ ഇടയാകട്ടെ. ഏത് വിഷയവും, എത്ര കഠിനമേറിയ വിഷയങ്ങളും പരിഹരിച്ചു തരുവാൻ ദൈവത്തിന്റെ ദൂതന് കഴിവുണ്ട്. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ നമ്മളെ അറിയിക്കുവാൻ ദൈവത്തിന്റെ ദൂതനാണ് വരുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന്റെ ദൂതൻ വന്നാണ് ദർശനം യോഹന്നാനെ കാണിച്ചു കൊടുത്തത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കാമോ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ തന്റെ ദൂതൻ മുഖാന്തരം അത് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ദൈവത്തിന്റെ ദൂതന്റെ കയ്യിലാണ് വെളിപ്പാട് കൊടുത്തിട്ട് യോഹന്നാന് പ്രദർശിപ്പിച്ചത്. മാറത്ത് പൊൻകച്ച കിട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന കർത്താവിന്റെ ദർശനം ദൂതൻ മുഖാന്തരമാണ് പ്രദർശിപ്പിച്ചത്. അതിന്റെ വ്യാഖ്യാനമെല്ലാം ദൈവത്തിന്റെ ദൂതനാണ് പറഞ്ഞു കൊടുക്കുന്നത്.
വെളിപ്പാട് പുസ്തകത്തിലാണ് ദൂതന്മാരെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൂതന്മാർ മുഖാന്തരമാണ് ഏത് വെളിപ്പാടും കൈമാറുന്നത്. നമ്മുടെ ജീവിതത്തില് എത്ര ദുഃഖകരമായ വിഷയങ്ങളാണെങ്കിലും, എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും, അതിനെല്ലാം പരിഹാരം തരാൻ ദൈവം തന്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കും. ദൂതന്മാരുമായിട്ട് സംസാരിപ്പാൻ, ഇടപെടുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ ഭാഷ നമ്മൾ പഠിക്കണം. ഈ ദിവസങ്ങളിൽ ദൂതന്മാരുടെ ഭാഷ കൂടെ നമുക്കൊന്ന് അഭ്യസിക്കാം. മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൂതന്മാരുടെ ഭാഷയുണ്ട്. ഈ ദിവസങ്ങളിൽ ദൂതന്മാരുടെ ഭാഷ പഠിച്ച് ദൂതന്മാരുമായി സംസാരിക്കുവാൻ, ദൂതന്മാർ സംസാരിക്കുന്നത് മനസ്സിലാക്കുവാൻ നമുക്കിടയാകണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ ഭവനത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുവാൻ ഇടയാകട്ടെ. ദൈവം ദൂതന്മാരുടെ ദിവ്യദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകട്ടെ. അങ്ങനെ ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും, നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകും, നമ്മുടെ സംസാരത്തിന് മാറ്റമുണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ പുതിയ ഭാഷ നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. നല്ല ഭാഷ നമ്മൾ സംസാരിക്കുവാൻ തുടങ്ങും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ നമുക്കിടയാകും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ ദിവ്യ ദർശനം പ്രാപിച്ച് ദൈവസന്നിധിയോട് കൂടുതൽ അടുത്ത് ചെല്ലുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ നിരന്തരം ദൈവസന്നിധിയിൽ കേണപേക്ഷിക്കാം. ദാനിയേൽ 21 ദിവസം ഭക്ഷണം കഴിക്കാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രാവശ്യം ദാനിയേൽ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചതായിട്ട് ഈ ദാനിയേൽ പ്രവചനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു. ദൈവസന്നിധിയിൽ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കണ്ണുനീരോടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് മുന്നോട്ട് പോയാൽ നിശ്ചയം ദൂതന്മാരുടെ ദർശനം നമുക്കുണ്ടാകും. ദൂതന്മാരുടെ സംസാരം കേൾക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഭവനങ്ങളിൽ ദൂതന്മാർ നിരന്തരം വാസം ചെയ്യുവാനിടയായിത്തീരും. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം.